വിശപ്പ് സഹിച്ചവന് പച്ചവെള്ളത്തിന്റെ മധുരം അറിയാൻ സാധിക്കുന്ന ചൊല്ലുണ്ട്. നാം ഇന്ന് എന്ത് സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഭക്ഷണവും വസ്ത്രവും ആവശ്യാനുസരണം നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഇതൊന്നും ലഭിക്കാൻ കുറേ കുഞ്ഞുങ്ങൾ നമ്മളെ ചുറ്റുപാടും ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബാലന്റെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എൻ്റെ കഥയുടെ പേരാണ് ആഗ്രഹം. ഒരിടത്ത് കൊച്ചു ഗ്രാമത്തിൽ ഓലമേന കൊച്ചു കുടിൽ ഒരു ബാലൻ ജീവിച്ചിരുന്നു. അവന്റെ പേരാണ് കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിഞ്ഞില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യമായിരുന്നു അവന്റെ കൂട്ട്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്തവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അവന്റെ വിഷമം കണ്ട് തൻ്റെ അമ്മ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗുകൾ, ചെരുപ്പുകൾ ഇതെല്ലാം കണ്ട് കുഞ്ഞിനെ മുഖത്തേക്ക് നമുക്ക് നോക്കാനേ കഴിഞ്ഞില്ല. അന്ന് അവിടെ വെച്ച് കുട്ടന് ബാബു എന്ന സുഹൃത്തിനെ ലഭിച്ചു. വളരെ ധനികനായിരുന്നു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, തൻ്റെ വീട് ഓലയാണോ ഓടാണോ? ബാബു പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്. കുട്ടൻ അതിശയത്തോടെ ചോദിച്ചു, മാളികപ്പുറമുള്ള വീട് അതെന്തേ? നീ അങ്ങനെ വീടൊന്നും കണ്ടിട്ടില്ലേ? ഒരു ദിവസം ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അങ്ങനെ ഒരു ദിവസം കുട്ടൻ ബാബുവിനെ കൂട്ടി തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. വീട് കണ്ടു കുട്ടൻ ഞെട്ടിപ്പോയി. ഇതെന്താ കൊട്ടാരം പോലെ ഉണ്ടല്ലോ. വാതിൽ തുറന്നതും കുട്ടൻ പേടിച്ചു പോയി. കുട്ടൻ നോക്കിയപ്പോൾ അങ്ങനെയുള്ളൊരു മറ്റൊരു വീട്. അതിൽ വലിയൊരു പട്ടിക്കുട്ടിന് മുന്നിൽ എന്താണെന്നോ വലിയൊരു പാത്രം നിറയെ ഭക്ഷണം. കുട്ടനെ വായിൽ വെള്ളം മൂടി. ഒരിക്കൽ സ്കൂൾ ടീച്ചർ എല്ലാവരും ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണം? ഇത് കേട്ടും കുട്ടോറൊക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിന്റെ വീട്ടിലത്തെ പട്ടിക്കുട്ടിയായാൽ മതി. ഇത് കേട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അധികം നേരം മിണ്ടായില്ല. കുട്ടന്റെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരും കുട്ടനെ സഹായിച്ചു. അങ്ങനെ കുട്ടൻ കഷ്ടപ്പാടിലൂടെ ദാരിദ്ര്യത്തിലൂടെ പഠിച്ചു എത്തി. കൂട്ടുകാരെ, നമുക്ക് ഇതിൽ എന്ത് മനസ്സിലാക്കാം? ആഗ്രഹത്തിൽ മാത്രം ഉയരങ്ങളിലെത്താൻ സാധിക്കും. കുട്ടൻ്റെ ജീവിതം നമുക്കൊരു പ്രചോദനമാവട്ടെ. നന്ദി. അസ്സലാമു അലൈക്കും.